അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് ജിൻസ് ഗൈർ ഹഖീഖി. ജിൻസ് ഗൈർ ഹഖീഖി. ജിൻസ് ഗൈർ ഹഖീഖിയിലുള്ള മുദക്കർ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ചർച്ച. ജിൻസ് ഗൈർ ഹഖീഖിയിൽ മുദക്കർ എങ്ങനെയാണ് വരിക, അതാണ് ചർച്ച കേട്ടോ. അപ്പോൾ എന്താണ് ജിൻസ് ഗൈർ ഹഖീഖി എന്നറിയണം ആദ്യം, അല്ലേ? എന്താണ് ജിൻസ് ഗൈർ ഹഖീഖി എന്ന് നമുക്കറിയണ്ട. ജിൻസ് ഗൈർ ഹഖീഖി എന്ന് പറഞ്ഞാൽ ജിസ് മുദക്കർ के मुकाबल में मुअन्नस और मुअन्नस के मुकाबल में मुदक्कर भी मौजूद न हो उसे जिन्स गैर हकीकी कहते हैं. जिन्स गैर हकीकी बेजान अशिया में होती है. എന്താ പറഞ്ഞേ? ജിൻസ് ഗൈർ ഹക്കീക്ക് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുദക്കർ, ആ മുദക്കറിന് നേരെ എതിരായിട്ട് മുഅന്നസോ അല്ലെങ്കിൽ മുഅന്നസിന് നേരെ മുക്കാബലയിൽ എതിരായിട്ട് മുദക്കറോ ഉണ്ടാകൂല. ഒരു മുദക്കർ പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് മുഅന്നസ് ഉണ്ടാവില്ലേ ചില വേർഡുകൾ, അല്ലെങ്കിൽ മുഅന്നസ് പറഞ്ഞാൽ മുദക്കർ ഉണ്ടാവും, പൊതുവെ ഉണ്ടാവും. പക്ഷെ ഇല്ലാത്തതിനാണ് എന്ത് പറയുക? ജിൻസ് ഗൈർ ഹക്കീക്കി എന്ന് പറയാം. മനസ്സിലായോ? ഒരു മുദക്കർ പറഞ്ഞാൽ അതിൻ്റെ മുക്കാബല അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മുഅന്നസ് പറയാൻ കഴിയൂല ആ വേർഡുമേ. അതുപോലെ ഒരു മുഅന്നസായ വേർഡ് പറഞ്ഞാൽ ആ വേർഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മുദക്കർ ഉണ്ടാവില്ല. അതിനാണ് എന്ത് പറയുക? ജിൻസ് ഗൈർ ഹക്കീക്കി എന്ന് പറയാം. അത് പൊതുവെ ഉണ്ടാവല് ജീവനില്ലാത്ത ബേജാൻ ആയിട്ടുള്ള വസ്തുക്കളിലാണ് അതുണ്ടാവുക. മനസ്സിലായോ? ബേജാനായിട്ടുള്ള ജീവനില്ലാത്ത വസ്തുക്കളാണ് ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണം നോക്കൂ നിങ്ങൾ. മുദക്കറിൽ കർത്ത, കലം, റോമാൽ, ചഷ്മ. കർത്ത, കലം, റോമാൽ, ചഷ്മ. ഇനി നെക്സ്റ്റ് നോക്കൂ മുഅന്നസിലെ റോട്ടി, ടോപ്പി, ചഹൽ, ഘടി. റോട്ടി, ടോപ്പി, ചഹൽ, ചപ്പൽ, ഘടി. അപ്പം ഈ മുദക്കറിന് കർത്ത എന്നുള്ള അല്ലെങ്കിൽ കലം, റൂമാൽ, ചഷ്മ ഇതിനൊന്നും അതിന് നേരെ ഓപ്പോസിറ്റ് മുക്കാബലിൽ മുഅന്നസ് ഇല്ല. മനസ്സിലായോ? മനസ്സിലായില്ല പറഞ്ഞേ? ഇനി ഉറുദു കെ വോ അൽഫാസ്, ഞാൻ നമ്മളെ ജിൻസ് ഗൈർ ഹക്കീക്കിൻ്റെ സംഭവങ്ങൾ പറയാണ്. നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ അവന് എന്ന് പറയുമ്പോൾ അവള്, അല്ലേ? അങ്ങനെ ഒരു വേർഡുകൾ ഉണ്ടാവും, അല്ലേ? ലടുക്ക, ലടുക്കി അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടാവും പൊതുവെ. ഒരു മുദക്കർ പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് മുഅന്നസ് ഉണ്ടാവും. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല. കർത്ത എന്ന് പറയുമ്പോൾ കർത്തി എന്ന് പറയില്ല. മനസ്സിലായോ? അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി, അങ്ങനെ ഓരോന്നും. അപ്പോൾ ഏതായാലും ഉറുദു കെ വോ അൽഫാസ് ജിൻകെ ആഖിർ മേ അലിഫ് അസ്ലി ഹോ വോ മുദക്കർ ഹോത്തെ ഹൈ. എന്താ പറഞ്ഞ്? ഉറുദുവിൻ്റെ അത്തരത്തിലുള്ള ലഫ്ലുകൾ എങ്ങനെയുള്ള ലഫ്ല്? അതിൻ്റെ അവസാനത്തിൽ അലിഫ് ഉണ്ടാകും. അസ്ലി ആയിട്ടുള്ള അലിഫാണുള്ളത്. അതിന് മുദക്കർ ഉണ്ടാകും. അതിനെന്തുണ്ടാവും? മുദക്കർ ഉണ്ടാവും. ഇപ്പോൾ ഉറുദുവിൻ്റെ ചില ലഫ്ലുകൾ അതിൻ്റെ അവസാനത്തിൽ അലിഫ് അസ്ലിയാണ്. അത് എന്തായാലും അപ്പോൾ മുദക്കറായിട്ട് വരും. അപ്പോൾ ഉദാഹരണം കപ്പട. കപ്പട എന്നുള്ളതിൻ്റെ അവസാനം നിങ്ങൾ നോക്കൂ. ഒരു അലിഫ് കണ്ടോ? ഇങ്ങോട്ട് നോക്കിയല്ല, ഇങ്ങോട്ട് നോക്കി. മരത്തുമ്മക്കല്ല, ഇങ്ങോട്ട് നോക്കി. അപ്പോൾ കപ്പട നിങ്ങൾ കണ്ടോ? ഈ കപ്പട എന്നുള്ളതിൻ്റെ അവസാനം ഒരു അലിഫ് ഉണ്ടോ? ഇല്ലേ? അതന്നെ പറഞ്ഞേ ഉണ്ട്. അപ്പോൾ കപ്പട എന്നുള്ളത് എന്താണ്? മുദക്കറാണ്. ഇനി നോക്കോ, ചൂൽ, ഹ, ബാജ ഇതിൻ്റെ ഒക്കെ അവസാനം എന്തുണ്ട്? അലിഫില്ലേ? അലിഫുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ളതിനാണ് എന്ത് പറയാ? മുദക്കർ ജിൻസ് ഗൈർ ഹഖീഖി എന്നൊക്കെ പറയാം. മുദക്കർ ജിൻസ് ഗൈർ ഹഖീഖി എന്നൊക്കെ പറയാം. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ. उर्दू के वो अल्फाज जिनके आखिर में हाय मुख्तफी हो जिसको उर्दू में अलिफ पढ़ सकते हो वो मुदक्कर होते हैं. എന്താ പറഞ്ഞേ?
ഉറുദു കെ വോ അൽഫ, ഉറുദുവിലുള്ള അത്തരത്തിലുള്ള ലഫ്ദുകളെ ജിൻകെ ആഖിർമേ എങ്ങനെയുള്ള അതിന്റെ അവസാനത്തിലുണ്ടാകും ഹായേ മുഖ്തഫി, ഒളിഞ്ഞു കിടക്കണ എന്തുണ്ടാകും, ഹാ ഉണ്ടാവും. പ്രത്യക്ഷത്തിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ആ ഹാ കാണാൻ കഴിയൂല. കുറച്ചെങ്കിലും ഉറുദുവിനെ കുറിച്ച് ഐഡിയ ഉള്ളവർക്ക് അത് ഹായിനെ കാണാൻ കഴിയുള്ളൂ. അപ്പൊ ഒളിഞ്ഞു കിടക്കണ ഹായ മുഖ്തഫി എന്നാ പറയാ. അതിന് എന്താ പറഞ്ഞാൽ കൃത്യമായിട്ട് ഹാ കാണൂല, എന്നാ ഹാ ഉണ്ടാവും ചെയ്യും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അപ്പോ ഉറുദുവിലുള്ള അങ്ങനെയുള്ള ചില ലഫ്ദുകൾ ഉണ്ടാവും, അതിന്റെ അവസാനത്തിൽ ഹായ മുഖ്തഫി ഉണ്ടാവും. ജിസ്കോ ഉറുദുമേ അലിഫ് പഠി സക്തേ ഹൈ, പക്ഷെ ഉറുദുവിൽ അലിഫായിട്ട് നമ്മൾ വായിക്കലേ, നമ്മൾ ആ ഹായിനെ ഉച്ചരിക്കൂല. ഉറുദുവിൽ എന്താണ് വായിക്കുക, ഹായ മുഖ്തഫി ഉണ്ടെങ്കിലും എന്താണ് ഹായ മുഖ്തഫി ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിന് വായിക്കൽ എങ്ങനെയായിരിക്കും, അലിഫായിട്ടാണ് വായിക്കുക. അതും മുദക്കറായിരിക്കും. ഉദാഹരണം കണ്ടോളി നിങ്ങൾ, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ഷുഅല, ഷുഅല എന്താ വായിക്ക, ഷുഅല. അപ്പൊ ഈ ഷുഅല എന്ന് പറയുന്നതിന്റെ അവസാനത്തിലൊരു ഹാ ഉണ്ട്. കണ്ടങ്ങള് ഇങ്ങനെ ഇട്ടൊരു സാധനം ഉണ്ടല്ലോ, അത് ഉറുദുവിൽ അങ്ങനെയും ഹാ എഴുതും. പല ഐറ്റംസ് ഉറുദുവില് ഹാ എഴുത്തുണ്ട്, മനസ്സിലായോ? ഷൂൽ സാധാരണ ലാമ് ഇങ്ങനല്ല ഇടലേ, ആ ലാമ് ഇട്ടത് പോലല്ലോ ഇട്ടിട്ടുള്ളേ. ലാമ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുനിപ്പ് പോലെ ഒരു സാധനം ഇല്ലേ, ഒരു പുഴയൊക്കെ വരക്കണ പോലെ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു 4-5 വരകൾ ഇങ്ങനെ വരക്കൂലേ, പുഴ വരക്കുമ്പോളേ. ചിത്രകാരന്മാരില്ലേ ഇതില്. അതേപോലെ ഷൂലാല് കണ്ടില്ല, ഒരു അമ്പ് പോലെ അങ്ങനെ, അതൊരു ഹാ ആണ്. അതിന് ശേഷമുള്ളതൊക്കെ കണ്ടോ, അതിലൊക്കെ അതൊക്കെ ഒരു ഹാ ആണ്, ഒരു തരം ഹാ ആണ്, മനസ്സിലായോ? അപ്പൊ ആ ഹാ ഉണ്ട്, ആണ് ഹായ മുഖ്തഫി പറഞ്ഞ, മറഞ്ഞു കിടക്കണ ഹാ ആണ്. പക്ഷെ അത് പിന്നെ നമ്മൾ പറയുമ്പോ ഉറുദുവിൽ സംസാരിക്കുമ്പോ എങ്ങനെയാ പറയാ, ഷുലഹ് എന്നൊന്നും പറയില്ല, ഷുല എന്ന് തന്നെ പറയാം. അപ്പൊ വായിക്കുമ്പോ ഉറുദുവിൽ എന്താണ് അലിഫ് ആയിട്ടാണ് വായിക്കുക, അലിഫായിട്ടാണ് വായിക്കുക. അതാണ് പറയണേ, അലിഫ് പഠ് സക്തേ ഹോ, നിങ്ങൾക്ക് അലിഫായിട്ടാണ് അതിനെ വായിക്കാൻ കഴിയുക. അപ്പൊ ഷുല എന്ന് തന്നെ വായിക്കുക അലിഫുണ്ട്, പക്ഷെ അതിലൊരു ഹായ മുഖ്തഫി ഉണ്ട്, ഹാ ഉണ്ട്, മനസ്സിലായോ? അപ്പൊ അത് പെട്ടാണ് കഹ് കഹ, ഹഫ്ത, നിഷാന എന്നൊക്കെ ഉള്ളത്, മനസ്സിലായല്ലോ? പിന്നെ നമ്മുടെ അൽത്താഫ് ഇതാ, നിങ്ങൾക്ക് അൽത്താഫിനെ അറിയോ? അൽത്താഫ്, അൽത്താഫാണ്. പിന്നെ നമ്മളെ ഇൻഷാ അല്ലാഹ് ദാറുദി പോകാനുള്ള ആളാണ്. അപ്പൊ ഇനി അടുത്ത നിങ്ങൾ നോക്കോ, കഹ് കഹ, ഹഫ്ത, നിഷാന ഒക്കെ കണ്ടില്ലേ? അതിലൊക്കെ കണ്ടില്ല ഒരു ചെറിയ അമ്പ് പോലെ ഇങ്ങനെ കണ്ടില്ലേ, ചെറിയ ഒരു പിന്നെ എന്താ അമ്പ്, അമ്പ് വില്ലു അമ്പല്ല കേട്ടോ മണ്ടന്മാരെ, അതല്ല. ഇതെന്താ അമ്പ് വെച്ചാല് നമ്മളെ റോഡിലൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് കണ്ടൊരു അമ്പ്, അതൊക്കെ പറഞ്ഞു മനസ്സിലാണില്ലേ? എന്നതുപോലെ ചെറിയ അമ്പ് അങ്ങനെ ഉണ്ടാവും. നിശാന, ഹഫ്ത എല്ലായിടത്തും ഉണ്ടല്ലേ, ഒരു ഹാ ഉണ്ട്. അപ്പൊ ഹായ മുഖ്തഫി എന്ന് അതിന് പറയാം. എന്നാലും വായിക്കുമ്പോ നിശാനഹ് എന്നൊന്നും പറയില്ല, എന്തെന്നെ പറയാ, നിശാന എന്ന് തന്നെ പറയാം. അലിഫായിട്ടാണ് നമ്മൾ വായിക്കുക. ഓക്കെ. പിന്നെ അടുത്ത നിങ്ങൾ നോക്കോ, ഉറുദു കെ वो अल्फाज जिनके आखिर में अलिफ मकसूरा हो जिसको उर्दू में अलिफ से लिख सकते हो वो मुदक्कर होते हैं. എന്താ പറഞ്ഞത്? ഉറുദുവിലുള്ള ലഫ്ദുകൾ, അത്തരത്തിലുള്ള ലഫ്ദുകൾ ജിൻകെ ആഖിർ में അലിഫ് മക്സൂറ ഹോ, അതിന്റെ അവസാനത്തിൽ അലിഫ് മക്സൂറ ഉണ്ടാവുക. മനസ്സിലാവുന്ന പറഞ്ഞേ, അവസാനത്തിൽ അലിഫ് മക്സൂറ ഉണ്ടാവുക. അതിനെ ഉറുദുവിലെ അലിഫായിട്ട് തന്നെ നമ്മൾ എഴുതും, ഉറുദുവിൽ അലിഫായിട്ട് തന്നെ എഴുതും. എന്നാൽ ആ നേരത്തെ പറഞ്ഞ പോലെ ഹായിന്റെ രൂപത്തിൽ എഴുതൂല, അലിഫായിട്ട് തന്നെ എഴുതും. മനസ്സിലായോ? അലിഫ് മക്സൂറയാണ്, അലിഫായിട്ട് തന്നെ എഴുതും ചെയ്യും. അപ്പൊ ഇതെന്താവും, മുദക്കറായി വരും. ഉദാഹരണം ജൈസെ അക്സ, മുസ്വല്ല, മുസ്തഫ, ഹന. കണ്ടോ, കണ്ടങ്ങള് അക്സ, മുസല്ല, മുസ്തഫ, ഹന. ഇവിടൊക്കെ എന്താണ് മക്സൂറായി വന്നിട്ടുണ്ട്. പുറമെ എയ്ത്തിലും എന്തെന്നെയാണ് അലിഫായിട്ട് തന്നെ ഉള്ളത്. മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവുണ്ടോ? മനസ്സിലാവില്ലേ? ഓക്കെ. ഇനി അടുത്ത് നോക്കോ, ഉറുദു മേ മുസ്തമിൽ പഹാഡോ और शहरों के नाम മുദക്കർ ഹോത്തെ ഹൈ. എന്താ പറഞ്ഞേ? ഉറുദുവിൽ ഉപയോഗിക്കണ പർവ്വതങ്ങളെ പേരുണ്ടാവും, അതുപോലെ നാടുകള്, പട്ടണങ്ങള്, ഈ പേരുകൾ നമ്മൾ മുദക്കറായിട്ട് തന്നെയാണ് ഉപയോഗിക്കുക. ഉദാഹരണം നോക്കൂ, ഹിമാലയ, തൂറ്, കാഫ്,
വിന്ധ്യാചൽ. ഇതൊക്കെ ഇപ്പം എന്താണ്? പർവ്വതങ്ങളാണ് അല്ലേ? പഹാഡോ ആണല്ലോ. ഹിമാലയ, തൂർ, കാഫ്. കാഫ് ഇട്ടില്ല ഞങ്ങളെ? കാഫ് മല കണ്ട പൂങ്കാറ്റെ കാരക്ക നീ കൊണ്ട് വന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുഹേറും കിസ്സ പറഞ്ഞാട്ടെ. കാഫ് മല കണ്ട പൂങ്കാറ്റെ കാരക്ക നീ കൊണ്ട് വന്നാട്ടെ. കേട്ടില്ല ഞങ്ങളെ? അപ്പോൾ ഏതായാലും ഇതിലൊക്കെ കൊടുത്തിട്ടുള്ള പഹാഡോ ഓർ ഷെഹ്റോ, ഇതിൻ്റെ പേരുകളൊക്കെ മുതക്കറായി വരും. ഹിമാലയ, തൂർ, കാഫ്, വിന്ധ്യാചൽ. ഇതൊക്കെ പഹാഡുകളാണ്, പർവ്വതങ്ങളാണ്. ഇനി നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ. ഇനി പട്ടണങ്ങളുടെ പേരൊക്കെ ആണെങ്കിൽ ഡൽഹി, അലഹാബാദ്, കാലിക്കറ്റ്, മഞ്ചേരി, അങ്ങനെ ഓരോരോ പട്ടണങ്ങളെടുത്ത് നോക്കി. ഏത് പട്ടണങ്ങളാണെങ്കിലും അതൊക്കെ എന്താണ് നമ്മൾ ഉപയോഗിക്കുക? മുതക്കറായിട്ടാണ് പൊതുവെ ഉപയോഗിക്കുക. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കൂ. 5 മഹീന ഓർ ദിനോं के नाम. महीना और दिनों के नाम जुमेरात के अलावा മുദക്കർ ഇസ്തിമാൽ കിയ ജാത്തെ ഹൈ. മാസങ്ങൾ, മന്ത് എന്ന് പറയുന്ന, അതുപോലെ ഡേയ്സ് എന്ന് പറയുന്ന ദിവസങ്ങൾ, മന്ത് എന്ന് പറയുന്ന നമ്മുടെ മാസങ്ങൾ. ഈ മാസങ്ങളും അതുപോലെ ദിവസങ്ങളുടെയൊക്കെ പേര് എന്തായിട്ട് ഉപയോഗിക്കുക? മുദക്കറായിട്ടാണ് ഉപയോഗിക്കുക. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? മുദക്കറായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. മനസ്സിലാവണ്ട? മുദക്കറായി ഉപയോഗിക്കും. അത് ജുമറാത്ത് എന്നുള്ളതും ഒഴികെ. ജുമറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയുക? വ്യാഴാഴ്ചക്ക് ജുമറാത്ത് എന്ന് പറയും. ജുമാ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച, ജുമറാത്ത് പറഞ്ഞാൽ വ്യാഴം. ഈ വ്യാഴം എന്ന് പറയുന്ന ദിവസമല്ലാത്ത എല്ലാ ദിവസങ്ങൾക്കും എന്താ നമ്മൾ കൊടുക്കുക? മുദക്കറായിട്ടാണ് ഉപയോഗിക്കുക. ഉദാഹരണം നോക്കോ. ഷഅബാൻ, ബീസാഖ്, ജനുവരി, അതുപോലെ അത്വാർ, മംഗൾ, ജുമ. ഇതിൽ ഓരോന്നും ഷഅബാൻ, ബീസാഖ്, ജനുവരി, അത്വാർ, മംഗൾ, ജുമ. ഓരോ മാസങ്ങളും ഓരോ ദിവസങ്ങളൊക്കെ ഉപയോഗിക്കൽ എങ്ങനെ? മുദക്കറായിട്ടായിരിക്കും ഉപയോഗിക്കുക. ഇനി നെക്സ്റ്റ് നോക്കൂ. 6 ഉറുദു ജബാൻ में मुस्तमिल अरबी के इसमें ज़र्फ़ भी अक्सर मुदक्कर इस्तेमाल किए जाते हैं. ഉറുദു ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരുപാട് അറബി വേർഡുകൾ, അറബീൻ്റെ തന്നെ ഇസ്മു ലർഫായി വരും. അറബിൻ്റെ തന്നെ ലർഫ് ഇസ്മ ഉണ്ടാവില്ലേ? അത് അധികവും മുദക്കറായിട്ട് തന്നെയാണ് ഉപയോഗിക്കുക. മനസ്സിലായോ? ഉറുദു ഭാഷയിൽ ഉപയോഗിക്കുന്ന അറബിയിലെ ലർഫായ ഇസ്മുകൾ അധികവും മുദക്കറായിട്ടാണ് ഉപയോഗിക്കുക. ഉദാഹരണം നോക്കൂ. ജൈസെ മക്തബ്, മദ്രസ, മക്കാം. മക്തബ്, മദ്രസ, മക്കാം അവിടെയൊക്കെ എന്തായിട്ടാണ് ഉപയോഗിച്ചത്? മുദക്കറായിട്ടല്ല ഉപയോഗിച്ചേ. അപ്പം അങ്ങനെ മുദക്കറായിട്ട് ഉപയോഗിക്കും. മനസ്സിലായോ പറഞ്ഞ്? മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഷോർട്ട് നിങ്ങൾ എഴുതി വരിക. ഉഷാറായിട്ട് മനസ്സിലാക്കി എഴുതി വരിക കേട്ടോ. ഓക്കെ, ഷോർട്ട് എഴുതി വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിൽ എഴുതാണ്ട് എന്താ അറിയില്ല, ഇതൊക്കെ തന്നെ എഴുതുക. ഓക്കെ, ഇതൊക്കെ എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.